അപ്പോൾ ഈ വേനൽക്കാലമായതിനാലും പിന്നെ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് കിണർ നമ്മൾ ഓപ്പൺ വെല്ല് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഈ ഓപ്പൺ വെല്ല് ഉപയോഗിക്കുമ്പോൾ പല രീതിയിൽ അത് ക്ലീൻ ചെയ്യാനും അതേമാതിരി അത് കുഴിക്കാനും പിന്നെ അപകടത്തിൽപ്പെട്ടാലും എൻ്റെ മൃഗങ്ങൾ പെട്ടാലൊക്കെ എന്ത് ചെയ്യും, രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ പണിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളം കാവുന്നതിന് പണിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പണിക്കിറങ്ങും. അതിൻ്റെ കൂട്ടത്തിൽ അപകടങ്ങൾ ഒരുപാട് പറ്റും. അതെങ്ങനെയാണ് തരണം ചെയ്യുക, കൂടുതൽ ആൾക്കാർ എങ്ങനെ അപകടത്തിൽ പെടാതിരിക്കുക എന്നതാണ് ഈ ഒരു ന്യൂസിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സംപ്രേഷണത്തിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കുന്നത്. നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും കിണർ എല്ലായിടത്തും ഉണ്ട്. അതായത് ഓപ്പൺ വെല്ലാണ് നമ്മൾ മിക്കവാറും കേരളീയയിൽ ഉപയോഗിക്കൽ. അപ്പോൾ ഈ ഓപ്പൺ വെല്ലിൽ അപകടത്തിൽ പെടുന്നതും കൂടുതലാണ്. മിക്കവാറും അപകടം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്സിജൻ്റെ കുറവ് ഉണ്ടായിരിക്കും പല കിണറുകളിലും. അതായത് ഈ കാറ്റിൻ്റെ വേഗതയും കാറ്റിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കറക്റ്റ് അതിലേക്ക് ഓക്സിജൻ കടക്കാതെ വരുമ്പോൾ കിണറിൽ അതിൽ ഓക്സിജൻ്റെ കുറവുണ്ടാവും. അപ്പോൾ പണിക്കാരൊക്കെ ഇറങ്ങുക, അതേമാതിരി വല്ല നമ്മൾ മൃഗങ്ങളൊക്കെ ചാടുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് മരണം സംഭവിക്കും. ചിലതിൽ ഓക്സിജൻ വളരെ കുറവായിരിക്കും, നേർത്തതേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കണ്ടുപിടിക്കുക, ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ടത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കിണറിൽ ഇറങ്ങുന്നതിന് മുൻപേ എന്ത് ചെയ്യാം, ഇതിൽ ഓക്സിജൻ ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ ഒരു മെഴുകുതിരി എടുത്ത് കത്തിച്ച് ഒരു ബക്കറ്റിൽ വെച്ച് താഴത്തേക്ക് ഇങ്ങനെ പതുക്കെ ഇറക്കുക, വളരെ സ്ലോവിൽ ഇറക്കുക. ഓക്സിജൻ്റെ അളവ് കമ്മിയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഈ മെഴുകുതിരി കത്തില്ല. നമ്മൾ സാധാരണ പണിക്കാർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ കാണിക്കുക, മുകളിൽ നിന്ന് കത്തിച്ചിട്ട് ചപ്പോ അല്ലെങ്കിൽ വലിയ വലിയ പൊന്തയൊക്കെ കത്തിച്ചിടുമ്പോൾ താഴത്തേക്ക് എത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കിണറിൽ കൂടും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, വേറൊരാൾ ചെറുതായിട്ട് കണ്ടു കഴിഞ്ഞാലും അടുത്ത ആൾ ഇറങ്ങിപ്പോവും. അപ്പോൾ ഉള്ള ഓക്സിജൻ പോവും ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും ചെയ്യും. അപ്പോൾ കൂടുതൽ നമ്മൾ അപകടത്തെ ക്ഷണിച്ചു വരുത്തുക. അപ്പോൾ അതിന് നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോകണം. വേറൊന്ന്, ഈ മൃഗങ്ങളൊക്കെ പെട്ടിട്ട് രക്ഷപ്പെടുത്താതിരിക്കുമ്പോൾ വലിയ മൃഗങ്ങളിൽ പന്നി അല്ലെങ്കിൽ പയ്യ്, കാള അങ്ങനത്തെ എന്തെങ്കിലും പെടുകയാണെങ്കിൽ അവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ അതിലുണ്ടാവുള്ളൂ. ഇതൊക്കെ ഓക്സിജൻ്റെ അളവ് കമ്മിയായിട്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ രക്ഷപ്പെടുത്താൻ ആളിറങ്ങുമ്പോൾ ഓക്സിജൻ്റെ അളവ് കമ്മിയാവും, നമുക്ക് ഭയങ്കരമായ തലവേദന എടുക്കും. ഈ തലവേദന എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോരുക പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ ഇറങ്ങുന്ന ആൾക്കാർ, ഇത് റെസ്ക്യൂവിന് ഇറങ്ങുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിജൻ അവിടേക്ക് അവൈലബിൾ ആക്കണം, ഇന്നതിന് ശേഷം ഇറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓക്സിജൻ സിലിണ്ടർ സെറ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് നാട്ടിൻ പ്രദേശമായെങ്കിലും പെട്ടെന്നൊരു ഓക്സിജൻ സിലിണ്ടറൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നമുക്ക് ഓക്സിജൻ കിണറിലേക്ക് എത്തിക്കുക എങ്ങനെ എന്നുള്ളതിന് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ, ഒരു വലിയ ഒരു പൊന്ത, ഒരു എത്ര വട്ടം കിണറാണ്, ഇപ്പോൾ 9 വട്ടം എന്നാണ് ഈ വട്ടത്തിൻ്റെ കണക്കൊക്കെ പറയുക, 9 വട്ടം 11 വട്ടം 7 വട്ടം എന്നൊക്കെയാണ് പറയുക. നമ്മൾ അത്രയും വട്ടത്തിലുള്ള ഒരു പൊന്ത വെച്ച് കെട്ടിയിട്ട് ഒരു കയറിൽ തൂക്കിയിട്ട് താഴത്തേക്ക് നിന്ന് നല്ല ശക്തിയിൽ ഇറക്കുകയും പൊന്തിക്കുകയും താഴ്ത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ മേലെ നിന്നുള്ള ഓക്സിജൻ താഴത്തേക്ക് പോകും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിസ്റ്റം പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാം. നമ്മൾ സൈക്കിൾ ടയറിൽ കാറ്റടിക്കുന്ന ഒരു സിസ്റ്റം, സൈക്കിൾ പമ്പ്, നമ്മളിങ്ങനെ പമ്പുണ്ടല്ലോ, അതേ സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ആ പമ്പിൻ്റെ പകരം ഉപയോഗിക്കുന്നത് ഒരു പൊന്ത, കിണറിലേക്ക് ഒരു 8 വട്ടം 9 വട്ടമുള്ള പൊന്ത വെച്ചിട്ട് ഉണ്ടാക്കി ഫുള്ളായിട്ട് ഇറക്കുക. അല്ല സ്പീഡിൽ ഇറക്കം കയറ്റി ഒരു 4-5 തവണ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ടാവും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ചിലരൊക്കെ മോട്ടറൊക്കെ പമ്പ് ചെയ്യുന്നതൊക്കെ കാണാം, ധാരാളം പമ്പ് ചെയ്യുമ്പോഴും അങ്ങനെ പോകുന്നത് കാണാം. പക്ഷേ അതിലൊക്കെ സിമ്പിളാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു അപകടത്തിൽ പറ്റിയ ഒരു കിണറിലൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ 4 പുറം ആൾക്കാർ പെട്ടെന്ന് ഓടിക്കൂടും എത്തി നോക്കാൻ, അതായത് റെസ്ക്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ രക്ഷപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല, അത് കാണാൻ വേണ്ടിയിട്ട്. അത് അതിലും വലിയ അപകടമാണ്. കാരണം ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ 4 പുറമുള്ള ഈ ആൾമറ ഉണ്ടാവും, അല്ലെങ്കിൽ പഴകിയ മതിലുകളുണ്ടാവും. ഈ മതിലുകളിലൊക്കെ ഇങ്ങനെ ജാമായി നിന്നിട്ടാണ് ഇവർ നോക്കുക. ഈ നോക്കുന്ന സമയത്ത് 4 പുറം ഒരു 10-20-50 ആളൊക്കെ വന്നിട്ട് ജാമായി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ താഴത്തേക്ക് വീഴും. ഇറങ്ങിയ ആളുടെ തലയിൽ കൂടെ ഇതെല്ലാവരും വീഴും. പണ്ട് അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫയർഫോഴ്സിന് പണ്ടൊരു അപകടം, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കണം, ഇതൊന്ന് തള്ളിക്കളയരുത്. പിന്നെ എങ്ങനെയാണ് ഈ പൊന്ത കിണറ്റിലോട്ട് ഇറക്കുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. തിരിയില്ലേ, കറക്റ്റല്ലേ? ഓക്കെ, നമുക്ക് കിണർ, ഇതൊരു മോഡൽ കാണിക്കുകയാണ്. ഒരു മരക്കൊമ്പത്ത് കെട്ടിയിട്ടാണ് ഇത് തൂക്കുന്നത്. ഇതൊരു കിണറാണ് എന്ന് സങ്കല്പിച്ച് ഒന്ന് ഈ പൊങ്ങുന്നതും
താഴ്ന്നതും എങ്ങനെയാണ് എന്നുള്ളതും പിന്നെ പൊന്ത എങ്ങനെയാണ് കെട്ടുക, എത്ര വണ്ണം വേണം, ഇതിപ്പോൾ ഒരു 7 വട്ടം കിണറിലേക്കുള്ളതാണ് ഇപ്പോൾ ഉള്ളൂ. ഇതിൽ 7 വട്ടേ ഉള്ളൂ. ചെറിയൊരു കിണറിലേക്കുള്ളതാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പൊന്തിക്കൂ, വട്ടം താത്ത് പൊന്തിക്ക് വിട്. ഇതേ ഒരു സിസ്റ്റത്തിലാണ് ചെയ്യേണ്ടത്. ഇത് താഴെ വരെ പോകണം, കിണറിൻ്റെ താഴെ വരെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് വലിക്കുക, പെട്ടെന്ന് കയറ്റുക, പെട്ടെന്ന് വലിക്കുക, പെട്ടെന്ന് എത്തുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഓക്സിജൻ ഫുള്ളായിട്ട് എത്തും. ഇതിന് ശേഷം നമുക്ക് അവരെ സുഖമായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ 1 or 2 പേർക്ക് നമുക്ക് റെസ്ക്യൂവിലേക്ക് കിണറിലേക്ക് ഇറങ്ങിപ്പോവാം. ഓക്സിജൻ്റെ പേടിക്കുകയേ വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള അപകടം നമുക്ക് ഒഴിവാക്കാം. രണ്ടാക്കും കൂടി ഒരാളിനെ വലിക്കാൻ പറ്റത്തു കൂടെ വലിക്കാൻ വയ്ക്കൂ, അങ്ങോട്ട് വലിക്കാൻ വയ്ക്കൂ. അല്ല, അങ്ങനെ വലിക്കണം, അതിനുള്ളത് ഉണ്ടാക്കി തന്നെ. കഴിയോ? എന്താ പറയുക,